SCERT ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ സംസ്കാരവും ദേശീയതയും. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചത് മെക്കാളെ പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1835. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥ, സതി എന്നിവയെ എതിർക്കുകയും സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് രാജാറാം മോഹൻ റോയ്. ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. വിവിധ ജാതികളിൽ വിഭജിക്കപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിൻ്റെ സ്ഥാനത്ത് ഒരൊറ്റ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ചത് രാജാറാം മോഹൻ റോയ്. 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയതിനു വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ്. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ. യങ് ബംഗാൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ഡെറോസിയോ. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സമ്പാദ് കൗമുദി എന്ന ഏത് ഭാഷയിലാണ്? ബംഗാളി. രാജാറാം മോഹൻ റോയ് മിറാത്ത് ഉൽ അക്ബർ പുറത്തിറക്കിയത് ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിൽ. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പരിഷ്കർത്താക്കളും ആശയങ്ങളും നമുക്ക് നോക്കാം. ആര്യസമാജം. സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിൻ്റെ ആശയങ്ങളാണ് വിഗ്രഹാരാധന, ശൈശവവിവാഹം എന്നിവയെ എതിർത്തു. അടുത്തതായി രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത്. അതിൻ്റെ ആശയങ്ങൾ ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിലെ മുസ്ലിംകളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വാദിച്ചു. അടുത്തതായി പ്രാർത്ഥനാ സമാജം. ആത്മാറാം പാണ്ഡുരംഗ. മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി. ആനി ബസന്റ്. ഹിന്ദു മതത്തിൻ്റെ പുനരുദ്ധാനത്തിനായി നിലകൊണ്ടു. ഹിതകാരിണി സമാജം. വീരേശലിംഗം. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി. അടുത്തതായി സത്യശോചക് സമാജ്. ജ്യോതിബ ഫൂലെ. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നാക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം. EV രാമസ്വാമി നായ്ക്കർ. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ഗുരു. ജാതി വ്യവസ്ഥയെ ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്നു പറഞ്ഞത് ആര്? രാജാറാം മോഹൻ റോയ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നു പറഞ്ഞത് വീരേശലിംഗം. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെ ഉള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലുകളും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്കു കഴിയും എന്നു പറഞ്ഞത് കേശവചന്ദ്ര സെൻ. അവരെൻ്റെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ, എന്നെ തടവറയിലാക്കട്ടെ, പക്ഷേ എൻ്റെ ആശയങ്ങൾക്കും വിലങ്ങു തീർക്കാൻ അവർക്കാവില്ല എന്നെഴുതിയത് ബ്രിജ് നാരായൺ ചക്ബസ്തെ. പ്രാദേശിക ഭാഷാ പത്ര നിയമം, അതായത് വെർണിക്കുലർ പ്രസ് ആക്ട് 1878 പാസാക്കിയത് ലിട്ടൺ പ്രഭു. 1884 പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപക നേതാക്കളാണ് GG അഗാർക്കർ, ബാലഗംഗാധർ തിലക്, മഹാദേവ് ഗോവിന്ദ റാൻഡെ. പൂനെയിൽ ഫർഗൂസൻ കോളേജ് സ്ഥാപിച്ചത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905. 1916 മഹാരാഷ്ട്രയിൽ
ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ. വിശ്വഭാരതി സർവകലാശാല ബംഗാളിൽ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. വാർധാ വിദ്യാഭ്യാസ പദ്ധതി മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വർഷം 1937. വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഗാന്ധിജി അവതരിപ്പിച്ച നയി താലിം വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ 1937 വാർധാ സമ്മേളനത്തിൽ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. എന്താണ് നയി താലിം? ഉൽപാദനക്ഷമമായി ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ച 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന്, അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി നെയിം താലിം എന്നറിയപ്പെട്ടു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം നോവലിൻ്റെ പ്രമേയമാണ് സന്യാസി കലാപം. ദേശീയ ഗീതമായ വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തിൻ്റെ ചിത്രീകരണമായി നീൽ ദർപ്പൺ രചിച്ചത് ആര്? ദീനബന്ധു മിത്ര. ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത് A.O. ഹ്യൂം. ഉറുദു ഭാഷയിൽ സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംഷി നാരായണ പിള്ള. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അഭിനീന്ദ്രനാഥ ടാഗോർ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ. കാളിദാസന്റെ ശാകുന്തളത്തിൽ നിന്നുള്ള രംഗം ചിത്രീകരിച്ചത് രാജാ രവിവർമ്മ. കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ ടാഗോർ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ച ഹരിപുര സമ്മേളനം നടന്നത് 1938. കോൺഗ്രസിന്റെ പോസ്റ്റർ ചിത്രമായി തിരഞ്ഞെടുത്തത് ഗ്രാമീണ ചെണ്ടക്കാരൻ. കുറച്ചു കൃതികളും എഴുത്തുകാരും അവരുടെ ഭാഷയും നമുക്ക് നോക്കാം. ഗോര ഗീതാഞ്ജലി, രവീന്ദ്രനാഥ ടാഗോർ, ബംഗാളി ഭാഷയിൽ. സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, അത് രചിച്ചത് പ്രേംചന്ദ്, ഹിന്ദി ഭാഷയിൽ. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, സുബ്രഹ്മണ്യ ഭാരതി, തമിഴ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവീദ്, അൽത്താഫ് ഹുസൈൻ ഹാലി, ഉറുദു. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലൂങ്കർ, മറാത്തി ഭാഷയിൽ. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ, മലയാളം. സ്വദേശി സമരകാലത്ത് ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായ ഒരു അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക. 1947 നിലവിൽ വന്ന ഇന്നത്തെ പതാകയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചത് എവിടെ നിന്നാണ്? സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും. ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയത്? ഗാന്ധിജി. മാഡം കാമയും ത്രിവർണ പതാകയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗട്ടിൽ വെച്ച് നടന്ന 2ാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ഉയർത്തിയത്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. ഹിന്ദു, സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ, ഫർദുൻജി മാസ്ബാൻ. കേസരി മറാത്ത, ബാലഗംഗാധര തിലക്. ബംഗാളി, സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ആനി ബസന്റ്. യങ് ഇന്ത്യ, ഹരിജൻ, മഹാത്മാഗാന്ധി. അൽ ഹിലാൽ, മൗലാന അബുൽ കലാം ആസാദ്.
വന്ദേ മാതരം ലാലാ ലജപത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ.